40 ആൾക്കാർക്കുള്ള പന്തലിട്ട് 400 ആൾക്കാരെ പരിപാടിക്ക് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ബ്ലോക്കിൽ പെടാതെ പോയ സുജായികൾ ഉണ്ടെങ്കിൽ കമന്റ് അടിച്ചോളി, ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ ബ്ലോക്കല്ല, പേടിച്ചണ്ട. ഞാനും ഉണ്ട് ഇവിടെ. ഈ വെളുത്ത കാറിന്റെ ഉള്ളിന്ന് പുട്ടുംകുറ്റിന്റെ ഉള്ളിന്ന് പുട്ട് പുറത്തേക്ക് ചാടുന്ന മാതിരി തലട്ട് നോക്കുന്നത് ഞാൻ തന്നെയാണ്. സ്ഥലം മനസ്സിലായില്ലേ? നമ്മളെ ഇടവണ്ണപ്പാറ. വണ്ടിയിലിരുന്ന് ചൂടുത്തപ്പം പെരേക്ക് വാങ്ങിയ ഫാനും കൊണ്ട് കാറ്റ് കൊള്ളാൻ പുറത്തേക്ക് ഇറങ്ങി. ഇനി ബ്ലോക്കിന്റെ കഥ പറയാം. ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാ? നിങ്ങളും ഞാനും ഒന്നല്ല. എന്നാല് ബ്ലോക്കിൽ കിടന്ന് നട്ടം തിരിയണത് നിങ്ങളും ഞാനും ഒക്കെ തന്നെയാണ്. നമ്മളെല്ലാരും വണ്ടിക്ക് റോഡ് ടാക്സ് കൊടുക്കണില്ലേ? അത് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. എന്റെ വല്യാപ്പ വണ്ടേ പറയാണ്ട് ഇടവണ്ണപ്പാറമെന്ന് വാങ്ങാൻ പറ്റൂല, വിൽക്കാൻ പറ്റൂന്ന്. ദാ നോക്കി, ഈ കാണുന്ന ഏതേലും പീടികളിൽ നിന്ന് വണ്ടി നിർത്തി എന്തേലും ഒന്ന് വാങ്ങാൻ പറ്റുമോ? പീടിയെന്ന് വാങ്ങണ്ടില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു മരുന്നും പീടിയെന്ന് ഗ്യാസിന്റെ ഒരു ഗുളിക വാങ്ങാൻ വണ്ടി നിർത്തി അറിഞ്ഞാല് മനുഷ്യന്റെ ഗ്യാസ് അപ്പം പോവും. ഇടവണ്ണപ്പാറയിൽ നിന്ന് ഇളമരത്തേക്ക് പോണ ഈ റോഡിന് കയറിയാല് ക്ലോസറ്റിൽ വീണ സോപ്പ് പോലെയാണ്. ചെവി തേയും. വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തിയാലോ അവിടെ വെക്കാട്ട് പറ്റൂല. ഇനി ഇവിടെ വെക്കാൻ പറ്റിയാലോ നമ്മളെ വണ്ടിയാവും ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കണ വണ്ടി. കൊടുവള്ളി, മുക്കം, വയനാട് ഭാഗത്തുനിന്ന് ടൂറിസ്റ്റുകളും എയർപോർട്ടിലേക്ക് കൂട്ടാൻ പോണ പ്രവാസികളും ഓലെ കുടുംബക്കാരൊക്കെ എളുപ്പത്തിൽ എത്താൻ വരുന്നേ റോഡാണിത്. ഇതൊക്കെ എത്തിച്ചേരുന്നത് കൊങ്ങംവെള്ളം വരുന്ന മാതിരി ഈ ജംഗ്ഷനില. ഇവിടെ എത്തിയാലോ അടുക്കളയിലെ കൊട്ടത്താളത്തിന്റെ പൈപ്പിന്റെ ഉള്ളിൽ സ്പൂൺ കുടിക്കാൻ മാതിരിയാ. അങ്ങോട്ടും ഇല്ല. ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അതിൽ കല്യാണം ഉണ്ടായാൽ പിന്നെ പറയും വേണ്ട. പുതിയണ്ണിന്റെ ഫൗണ്ടേഷൻ ക്രീം ഒഴിച്ചാലും ബ്ലോക്ക് തീരൂല മക്കളെ. ഈ ജംഗ്ഷനിൽ 2 ട്രാഫിക് പോലീസുകാരെ ഒരു ഹോം ഗാർഡൊക്കെ നിൽക്കലുണ്ട്. ഞാൻ കരുതിയത് മൂപ്പര് മമതാ ബേക്കറിയിലെ സെക്യൂരിറ്റി പണിക്കാരനാണെന്നാ. അതിന്റെ മുമ്പിലാ മൂപ്പര് ഉണ്ടായില്. എന്നാലേ ആരേലും 2 ആൾക്കാർ ഹെൽമെറ്റ് വെക്കാതെ പോണത് കണ്ടാല് പ്രാണിനെ കണ്ട പല്ലിന്റെ മാതിരി മൊബൈലും കൊണ്ട് പാഞ്ഞു കെട്ട് വരണാണ്. എന്താ സുസ്കാതി എടുക്കാന്? അതിന് പറ്റും വരെ ബ്ലോക്ക് തീർക്കലോ വെയിലും മയും വക വെക്കാതെ ഇവിടുത്തെ കച്ചവടക്കാരും നാട്ടുകാരുമാണ്. അപ്പൊ ഈ കാണുന്ന ലക്ഷങ്ങൾ ചെലവാക്കി വെച്ച സിഗ്നലോ ഇത് കത്തിയാ പ്രശ്ന. കത്തിയാ നിൽക്കാതെ ബ്ലോക്കാവും. നാളെ ഞാനൊന്ന് പോയി കുലുക്കി നോക്കി ഇത് ഇനി കത്തുവോന്ന് അറിയാൻ വേണ്ടി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കത്തുന്നത് കണ്ട്, പിറ്റേ ദിവസം കെടുത്തുന്നതും കണ്ട്, പിന്നെ ഇന്നേ വരെ കത്തിയില്ല. അങ്ങനെ കത്തിയ ബ്ലോക്കാണ്. ഈ എടവണ്ണപ്പാറ അങ്ങാടിന്റെ തൊട്ടടുത്ത് കേരളത്തിലെ LDF-ന്റെ UDF-ന്റെ ഭരണകാലങ്ങളിൽ മാറി മാറി മന്ത്രിമാരായി 2 വെള്ളയോളികൾ ഉണ്ടായിനി. എന്നിട്ട് എന്തേലും ഉണ്ടായോ? ഒരേ സ്ഥലത്തുനിന്ന് ഒരേ സ്ഥലത്തേക്ക് പൊട്ടിച്ചാടിയ ഒരു പാലും പൊട്ടിച്ചാടാത്ത ഒരു പാലും വന്ന്. അതല്ലാതെ ഈ എടവണ്ണപ്പാറ അങ്ങാടിക്ക് ഈ ബ്ലോക്കിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നോ? മാറ്റം വന്ന് പാലം വന്നപ്പം വണ്ടികൾ കൂടി. അപ്പൊ ബ്ലോക്ക് ഒന്നും കൂടി. ഇതിന്റെ ഒക്കെ കാരണക്കാരായിട്ട് ആദ്യം പറയേണ്ടത് ഇവിടുത്തെ പഞ്ചായത്തിനും വില്ലേജിനെയാണ്. കെട്ടിട നമ്പർ ഇട്ട് വാരിക്കോരി ഇങ്ങനെ കൊടുക്കുമ്പോൾ പാർക്കിംഗ് സൗകര്യം ഉണ്ടോ, റോട്ടുമൊക്കെ ഇറക്കിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാതെ ചൂടിക്കയറും കൗങ്ങിന്റെ കുറ്റിയും അടിച്ച് ബിൽഡിംഗ് ഇങ്ങനെ ഉണ്ടാക്കി പാർട്ടി നോക്കി താടവാച്ചിന്റെ തിളക്കം നോക്കി ബിൽഡിംഗ് ഉണ്ടാക്കാൻ അനുമതി കൊടുത്തപ്പം ഇറക്കി കെട്ടിയത് പൊളിച്ചാനോ പൊളിപ്പിച്ചാനോ ഉള്ള ധൈര്യം ബെൽറ്റില്ല. അതിന് ഉണ്ടാവൂല്ല. ഒന്ന് വണ്ടി നിർത്താനോ സാധനം വാങ്ങാനോ കഴിയാതെ ശ്വാസം വിടാൻ കഴിയാത്തത്ര തിക്കും തിരക്കുള്ള ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ എങ്ങനെയാ ജീവിച്ചത്? എങ്ങനെ ഇവർക്ക് കച്ചവടം ഉണ്ടാകുക? റോട്ടുമേലാണെങ്കിൽ നിറച്ചും ഇറക്കി കെട്ടിയ കച്ചവടങ്ങളും ഉണ്ട്, വണ്ടികളും ഉണ്ട്. ഇനി ഗ്രീൻഫീൽഡ് ഹൈവേ അപ്പുറത്തു കൂടെ വരുന്നുണ്ട്. അതും കൂടി വന്നാല് ഇതിലേറെ രസം ഉണ്ടാവും. പഞ്ചായത്തിൽ പുല്ല് വെട്ടിയതും കാട് വെട്ടിയതും സ്വന്തമായിട്ട് ഫ്ലക്സ് വെക്കണേ കതറോളികളെ നിങ്ങൾ 20 കൊല്ലം ബാക്കിലാണ് കേട്ടോ. അതായത് അർജന്റീന വരെ വേൾഡ് കപ്പ് അടിച്ച്. അത് നിങ്ങൾ അറിഞ്ഞണോ? ഇല്ലല്ലേ? നിങ്ങളെ പഞ്ചായത്തിലെ ഇടവണ്ണപ്പാറ അങ്ങാടിപ്പോഴും കൊട്ടത്താളത്തിൽ സ്പൂൺ കുടിയ മാതിരിയാ. ആൾക്കാർ പിരാഗി പോവാണ്, നട്ടം തിരിയാണ്. കല്യാണം കൂടാൻ MLA MP പൊതുമരാമത്ത് മന്ത്രിയൊക്കെ ഈ വൈക്ക് വരുമ്പോഴെങ്കിലും ഇതിൽ കൂടെ ഒന്ന് പോകുമ്പോ ഇതൊക്കെ ഒന്ന് കാണട്ടോ. ഇത് മെഡിക്കൽ കോളേജിനും KMCTക്കും MVR ക്യാൻസർ സെന്റർക്കും ഒക്കെ പോണേ ഒരു റോഡും കൂടിയാണ്. വീതിയുള്ള ചിന്താഗതിയുള്ള കാഴ്ചപ്പാടുള്ള ജനപ്രതിനിധികൾ വേണം. അതല്ലാതെ വീതിയിൽ ഫ്ലക്സ് അടിച്ച് ഞാൻ അത് ചെയ്ത് ഞാൻ ഇത് ചെയ്തു എന്ന് പറയണവരുണ്ടായാല് ഇതേപോലെ ഉണ്ടാവും. ഈ ജംഗ്ഷനിലെ അപകടത്തിൽപ്പെട്ട് മാത്രം പൊലിഞ്ഞത് എത്ര ജീവനുകളാണെന്നറിയോ? മറ്റൊരു സ്ഥലത്തെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ബ്ലോക്കിൽ നിങ്ങൾ പെട്ടണമെങ്കിൽ കമന്റ് ഇട്ടോളി, ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി. നഷ്ടം വരൂല.